ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല കിടിലനൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല സ്വാദുള്ള ഒരു അടിപൊളി ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം, അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് തന്നെ 1 കപ്പ് ചിലകിയ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനി ഒഴിക്കുമ്പോൾ അരിച്ചൊഴിക്കുക, കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് മധുരത്തിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. മധുരം വേണമെന്നുള്ളവർ ഇച്ചിരി കൂടെ കൂടുതലെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതിലേക്കിനി 1 കപ്പ് അവൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മട്ട അവൽ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇത് ട്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനി കിടന്ന് ഇതെല്ലാം ഒന്ന് വഴന്ന് നല്ലതുപോലെ ഒന്ന് ട്രൈ ആയി കിട്ടണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്. ഇനി നമുക്കൊരല്പം ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചുക്ക് പൊടിച്ചതൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണവും ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജലാംശം എല്ലാം മാറി നല്ലതുപോലെ ഒന്ന് ട്രൈ ആയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നല്ല പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാനിവിടെ നല്ല മധുരമുള്ള മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മാമ്പഴം നമുക്കിതുപോലെ ഒരു സ്പൂണ് കൊണ്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ശർക്കരപ്പാനി കുറച്ചെടുത്തത്. അപ്പോൾ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടി കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടാപ്പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള മാവിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല പുട്ടുപൊടിയില്ല, നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഈ മാമ്പഴം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കൈകൊണ്ട് ഞെരടി കുഴച്ചെടുത്തപ്പോൾ ഇത് ഈ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റായിട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിക്കണം. ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ആ ചുക്കും ഏലക്കായും നല്ല ജീരകത്തിൻ്റെ മണവും നെയ്യും മാമ്പഴത്തിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി കിടിലനൊരു ഇലയുടെ തന്നെയാണ്. ഇനി നമ്മൾ ഇവിടെ നെയ്യിൽ വഴറ്റി വെച്ചിട്ട് തേങ്ങാപ്പീരയും അതുപോലെ തന്നെ അവലെല്ലാം ചേർത്ത മിക്സില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം വാഴയില ഇതുപോലെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴയിലക്കകത്ത് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഇലയൊന്ന് മടക്കിയെടുക്കാം. 2 വശത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി, കണ്ടല്ലോ, ഈ പരുവത്തിൽ നമുക്ക് ബാക്കി മാവെല്ലാം ഒന്ന് കുറേശ്ശെ എടുത്ത് വെച്ച് ചെയ്തെടുക്കാം. വൈകിട്ട് 4 മണി പലഹാരമായിട്ടായാലും രാവിലത്തേക്കായാലും എപ്പോഴായാലും നമുക്കിത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടായാലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോണ്ടല്ലോ അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. നല്ല കിടിലൻ ടേസ്റ്റാട്ടോ. ഇനി ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം ഇതിനകത്ത് വെച്ച് ഒരു 18 മിനിറ്റോളം ഞാനിതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.
അപ്പോൾ ഇപ്പം നമ്മുടെ 18 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇലയുടെ എല്ലാം നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പുട്ടുപൊടി ഇടയ്ക്ക് തരിപ്പായിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു തരിതരിപ്പ് കടിക്കാനും കിട്ടും. നല്ല ടേസ്റ്റായിട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഇലയിൽ നിന്ന് മാറ്റി കാണിക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കഴിക്കാൻ അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കണ്ടല്ലോ, നല്ല കിടിലൻ ഒരു റെസിപ്പി തന്നെയാണ്. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കണ്ടല്ലോ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്.